ഹലോ ഗൈസ്, ചുമ്മാ എന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ അവർ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പോൾ രാവിലെ 8:45 കുറച്ച് മുന്നേ ഉറക്കണിച്ചുള്ളൂ ഞാൻ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞാൻ പുറത്ത് പോകുന്നത് സാധാരണ കറങ്ങാൻ. പക്ഷെ അമ്മ വിടത്തില്ല, അമ്മ കലിപ്പ്. അമ്മ ഒന്ന് ഇവിടെ സഹായിക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പോകുന്നില്ല, ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. തുണിയൊക്കെ അലക്കാനുണ്ട്, വർഷങ്ങളായി തുണി വീട്ട്. ഗൈസ്, ട്രെയിൻ പോകുന്നുണ്ടോ? നിങ്ങൾ ട്രെയിൻ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോ. ആദ്യം വീഡിയോയിൽ വരത്തില്ല എന്ന് പറഞ്ഞു, ബിക്കോസ് അവള് മുഖമൊന്നും കഴിവില്ല, വലിയ എക്സിൽ ലിപ്സ്റ്റിക് ഇട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഗൈസ്, മുഖം കഴുകിയപ്പം ഞാനാണെങ്കിൽ മുഖം കഴുകിക്കൊണ്ടിരിക്കാനത്ത് ഇവള് വന്നിട്ട് പറയുകയാണേ, അമ്മ വീഡിയോ എടുക്കുന്നില്ലേ എന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? അവൾ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുക, അതുകൊണ്ടാണ്. കണ്ട, ഇത്രയും നേരം വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചുണ്ടി കിടക്കുന്ന സാധനം ഇട്ടുകൊണ്ട് ആണ് പറഞ്ഞതെന്ന്. ഇനി ഞാൻ പോയി ലിപ് ബാം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അമ്മ ആദ്യമാണ് ഇന്നത്തെ ജോലി ചെയ്യുന്നത്, ഞാനല്ല. ഇത് പൊന്നെയും മുടിയൊക്കെ ഇരിക്കും. നോക്കി, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ നെയ്മറിൻ്റെ ജേഴ്സി മാറ്റിയിട്ട് വേറെ ബെക്കാമിൻ്റെ ജേഴ്സി എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി ഞാനൊരു നെയ്മർ ഫാനാണ്. ഇപ്പോൾ ഒന്നും എല്ലാ വീട്ടിലുള്ള സ്ഥിരം കലാപരിപാടിയാണെന്ന് തോന്നുന്നു ചീപ്പ് കാണാതാവുന്നത്. ലാസ്റ്റ് എനിക്ക് ചീപ്പ് കിട്ടി. ഞാൻ എവിടെ നോക്കിയെന്നറിയാം, അമ്മ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അമ്മയുടെ ബാഗിലുണ്ട്. അമ്മയുടെ ബാഗാണെങ്കിൽ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ്. അമ്മ ചിരിക്കുന്നു, കണ്ട സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ് ഗൈസ്. ഞാൻ പോലും ഇങ്ങനെയൊന്നും ചീപ്പ് ലിപ്സ്റ്റിക്ക് ചീപ്പ് ഞാൻ എൻ്റെ കയ്യിൽ ചീപ്പില്ല, ഒരു ചീപ്പ് എനിക്ക് മേടിക്കണം. പിന്നെ അമ്മ ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് അമ്മ ചീപ്പൊക്കെ കൊണ്ടുപോകും. എന്നെപ്പോലെ നടക്കണ്ട, അമ്മ പറയുന്നത് ഇച്ചിരി ക്യൂട്ടായിട്ടൊക്കെ നടക്കണം എന്നാ. അമ്മ ഈ കുഞ്ഞിലെ തൊട്ട് അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ ചീപ്പൊക്കെ കൊണ്ടുവരണം. ഈ വീട്ടിൽ ചീപ്പ് തപ്പേ കിട്ടത്തില്ല. സൺഡേസ് അടിക്കുന്നു. ചിലിപ്പം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷിറ്റ് അല്ലേ ചേട്ടാ. ഇതിന് ഭയങ്കര മണമാണ് ഗൈസ്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഒന്നും കഴിച്ചില്ല, ഇതുവരെ വിശക്കൊന്നും എനിക്ക്. മനുഷ്യനല്ലേ പിള്ളേ, വിശപ്പൊക്കെ വരത്തില്ലേ. 2 ദിവസമായിട്ട് എനിക്ക് രാത്രി ഉറക്കമൊന്നും കിട്ടുന്നില്ല. അതാണ് എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടാവും വിജലംബിച്ച്. കറക്റ്റ് 2 ദിവസമായിട്ട് ഉറക്കമില്ല. തിരിഞ്ഞ് നടക്കുന്നു, മറിഞ്ഞ് നടക്കുന്നു, കമന്ന് നടക്കുന്നു, ഉറക്കം വരുന്നില്ല. വീട്ടിൽ നിന്നാലും ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടണമെന്ന് ചോദിച്ചാൽ ഇടണ്ട, പക്ഷെ ഞാൻ ഇടും. നമുക്കെന്നാൽ ഈ ബാക്കി വന്ന മൂക്കിലും കൂടി ഇടാം. അതായത് നോർമലി ബ്ലഷ് ഒന്നും ചിരിക്കുമ്പോഴും വിഷമം വരുമ്പോൾ സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ഒന്നും ബ്ലഷ് വരാറില്ല. പക്ഷേ ഇപ്പം എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? ഇതൊക്കെ മതി ഉരച്ചൊരിച്ച്. ഇനി നമുക്ക് അമ്മയുടെ പോയിട്ട് അമ്മയുടെ വായിരിക്കുന്നില്ല കേട്ടിട്ട് വരാം. കണ്ട കയറി വീട്ടിൽ കയറി. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ബിക്കോസ് ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാനൊരു സംഭവം കണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുവാന്ന്. പേരമരം ഇല്ലേ, പേരയ്ക്ക മരത്തിൽ തൊണ്ടയും പോയി. പേരയ്ക്ക മരത്തിൽ പേരയ്ക്ക മരത്തിൽ പേരയ്ക്കല്ല മാങ്ങ പിടിക്കുമോ? കാണിച്ചു തരാം. കാണുന്നുണ്ടോ? നോക്കൂ, ഇതിപ്പോൾ അവിടെ നിന്നെയാണ്, ഒരു കൊഴിഞ്ഞ് വീണയാണ്. കണ്ട, പക്ഷെ പേരയ്ക്ക കർത്താവേ, നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടിട്ടായിരിക്കും. ഞാൻ കൊണ്ടിട്ടൊന്നുമില്ല കേട്ടാ, ഇവിടെ കിടന്നാണ്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്. അല്ല, അതല്ല ഉറക്കമില്ലാതെ കണ്ണിരിക്കുന്നത്. പക്ഷെ കണ്ണ് എനിക്ക് കാണും നല്ല സൂപ്പറാക്കണം. ഏതായാലും പറയാം എൻ്റെ അടുത്ത്. അമ്മ സൈഡിൽ നിന്ന് തന്നെ കളിയാക്കുക. ഇന്ന് കഴിക്കാൻ എന്തുവാ അമ്മ? പഴഞ്ചോറ്, പഴങ്കഞ്ഞിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അമ്മയുടെ ചിരിക്കാൻ പറ്റാത്ത കൗണ്ടറൊക്കെ കേട്ടോണ്ടിരിക്കുക.
ചിരിക്കാൻ പറ്റാത്ത കൗണ്ടർ കേക്കാണ്. അവിടെ ഒരാള് അമ്മ കടുക് കളിക്കുവാണോ എന്തോ ചെയ്തിട്ട് ഓടിക്കളയുന്നു. പൊട്ടിത്തെറിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിക്കും. എന്റെ അമ്മയുടെ കറികളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പിന്നെ ടേസ്റ്റാന്നറിയോ? ഞാൻ കൂട്ടത്തില്ല. അതാണ് അമ്മയുടെ ആങ്ങള, അതായത് എൻ്റെ അങ്കിൾ ബണ്ണി. അത് മനുവങ്ക അമ്മയെ കാണിച്ചു തരാം. അമ്മ ജോലി ചെയ്ത് സുന്ദരിയാ, എന്നെ പോലെ തന്നെ അമ്മ സുന്ദരിയാ. ആദ്യം വിളിക്കാം ഗൈസ്. ഇപ്പം ആദ്യം വരും. എന്റെ മോളെ വലിയ പൊന്നിങ് എന്റെ പൊന്നിപ്പോ വരും. 2 ദിവസം അടിയായിരുന്നു. 2 ദിവസം വെട്ടോ. അതെ, ഞങ്ങൾ ട്വിൻസ് ആണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞില് നൃത്യം അപമാനിക്കും. ഇതെന്റെ അനിയത്തി, അതെന്റെ ഗ്രാൻഡ് മദർ. ഇവിടെ അമ്മയുടെ അടക്കള ഒരു യുദ്ധക്കള ആക്കിക്കൊണ്ടിരിക്കാൻ കാണിച്ചു തരാം. അടക്കള യുദ്ധക്കള ആക്കി കുക്കറൊക്കെ നശിപ്പിച്ച് കുക്കറൊക്കെ നശിപ്പിച്ച് ഇഷ്ടമല്ല ഗൈസ്. ബിക്കോസ് അവള് വലിയ വീട്ടിൽ ജനിച്ച കൊച്ചാണ്. ഈ വീട്ടിൽ പഴഞ്ഞേക്കും. ഇത്രയും നേരം പറഞ്ഞു ഇങ്ങനെയാണ് മുഖം ഇരുന്നത്. ഞാൻ ഇങ്ങോട്ട് ചരിവത്തിൽ ഓക്കെ, നമുക്കപ്പം പഴങ്കഞ്ഞി കഴിക്കാം. നമുക്ക് ഇവിടെ ഒരു കസാരട്ടെങ്കിൽ ഇരുന്നാലോ? പഴങ്കഞ്ഞി കഴിക്കാൻ. സാധാരണ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ കഴിക്കാനൊക്കെ വെക്കും. ഞങ്ങളല്ല, അമ്മ. ഇന്നെന്തോ ഇന്ന് ഇവിടെ അമ്മ എന്തൊക്കെയാന്ന് പറഞ്ഞ ബീഫ് കറി, ചീനി. ഇതൊന്നും നമ്മള് കഴിക്കുന്നില്ല. ഞാൻ ബീഫ് കൂട്ടാറില്ല, പൊതുവെ ഞാൻ ബീഫ് കൂട്ടാറില്ല. പിന്നെ തോന്നണം ഒരു സാധനം തരുമ്പോ അത് കഴിച്ച് നോക്കിയിട്ട് വേണം അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാം. അല്ല കണ്ടിട്ട് കഴിക്കത്തില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞി കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ കഴിഞ്ഞു. ഇനിയൊന്നും ഇല്ല ഇതിനകത്ത്. നല്ലോണം എടുക്ക്. വഴക്ക് പറയാതെ വീഡിയോ ഓണായിരിക്കുക. ഇട്ടപ്പം നിൽക്കായിരുന്നു. പിന്നെ അമ്മ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി തരുമോ? ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഇവരൊരു തള്ളയാണോ? തള്ള. എനിക്ക് ബിരിയാണി ഉണ്ടാക്കിട്ടോ. ചുമ്മാതാ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ശരിയാവത്തില്ല ഉണ്ടാക്കിയത്. പക്ഷെ അമ്മ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. മോളയമ്മ അത് തന്നെ. മോളയമ്മ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ. അവര് രണ്ട് വെച്ചാലും ഭയങ്കര ടേസ്റ്റ്. ഞാൻ കൂട്ടാറില്ല. ചുമ്മാ ഞാൻ കൂട്ടുന്നുണ്ടോ? ഈ ഗേറ്റ് ഇങ്ങനെ ചാരി വെച്ചേക്കുന്നുണ്ടോ? പിന്നെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗേറ്റ് ഇടാൻ പോവാം. ഇവിടെയല്ല ഇടുന്നത്. കണിച്ചത് ആ വഴി അങ്ങ് അറ്റത്ത് നമ്മൾ ആ കുറ്റി ഇട്ടേക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ഗേറ്റ് ഇടാൻ പോവാം. ഇവിടെ ഒരു സാധനം ഓടിക്കളിക്കുന്നുണ്ട്. ഇതോ കണ്ട ഇതിനെ കാരണം നമ്മൾ ഗേറ്റ് ഇടാൻ പോകുന്നത്. ചീനി ഉള്ളതുകൊണ്ടാണ് അമ്മച്ചി ചാറായിട്ട് വെക്കുന്നത്. എന്തോ ചാറായിട്ട് വെക്കുന്നത്? ബീഫ് കറി ചാറായിട്ട് വെക്കുന്നത്. കാര്യം പറയാതെ കാര്യത്തിലോട്ട് കടന്നത്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാവേ ഞാൻ. സൂപ്പർ. ഇൻട്രോവേട്ടാ നോക്കട്ടെ. ഇൻട്രോട്ടിന് മോന്ത നോക്കട്ടെ ഞാനൊന്ന്. മിക്സി മേടിച്ചപ്പോ കിട്ടിയതാണ്ടാന്ന് തോന്നുന്നു. മിക്സി മേടിച്ചപ്പോ കിട്ടിയല്ല, പൈസ കൊടുത്ത് സോറി, ഞാൻ തെറ്റോ? അതെ തന്നെ. എവിടെയായിരുന്നു? പള്ളിമുക്ക് മൈജി. നല്ല രസമായി കുപ്പി കാണാം കേട്ടോ. നല്ല രസമാണ്. ഇതിന്റെ പച്ചയിലല്ലോ, മഞ്ഞയും ചുവപ്പും പച്ചയും ഉണ്ട്. കളർ കറക്റ്റല്ലേ? ഇവിടെ ഒരു പണക്കാരി ഉണ്ട്, അറിയോ? കാണിച്ചു തരട്ടെ. പണക്കാരി കൊണ്ടുവരുമോ? അത് ഫോൺ എന്ത്? ഐഫോൺ. 2 ഫോൺ ഇവിടെ. ഞാൻ പാവപ്പെട്ടതാണ്. ഇവക്ക് 2 ഫോൺ ഇവിടെ. അത് ഈ നിൽക്കുന്ന സാധനം എന്ത്? അതാണ്ട് ഇവക്ക് ഒരു ആൻഡ്രോയിഡ് ഉണ്ട്, അതുകൊണ്ടൊരു ഗുണവുമില്ല. ഐഫോൺ ഉണ്ട്, അതുകൊണ്ടൊരു ഗുണവുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞ എന്തോ ഗുണം? ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അവക്കൊരു അക്കൗണ്ട് അല്ലല്ലേ, ചാനലുണ്ട്. ആദ്യം വ്ളോഗ് എന്നും പറഞ്ഞിട്ട്. എൻ്റെതാണെങ്കിൽ
പറ സബ്സ്ക്രൈബ് ചെയ്യണം അമ്മ പറ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് ഡു സപ്പോർട്ട് അത്രയ്ക്ക് മതി മകൾ അതിൽ കൂടുതലൊന്നും വേണ്ട നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരാളിപ്പോൾ പറന്നു വരും ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ആരെടുത്താ പോകുന്നത് നമുക്ക് നോക്കാം. അമ്മയടുത്ത് അവസാനം കറങ്ങി തിരിഞ്ഞ് എത്തത്തോളൂ. എന്താ ഇവിടെ കരളാണോ? വേണ്ട വലിയ വെക്കല്ലേ, ഞാൻ കൂട്ടത്തില്ല. ഈ കരല് വെച്ചെന്നിട്ട് നമ്മളിപ്പം ബീഫ് ചാറ് ചൂടോടെ എടുത്ത് അച്ചാറും പഴങ്കഞ്ഞിയും ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത്. നമുക്ക് പഴങ്കഞ്ഞി കഴിക്കാം. പഴങ്കഞ്ഞി മീൻകറി നല്ലത്, പക്ഷെ എനിക്ക് ചൂടോടെ എനിക്ക് ഇറച്ചിക്കറി മതി. ഞാനൊരു വെറൈറ്റി, ഞാൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആണ്. ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ത് വെച്ചാൽ ടേസ്റ്റാണ്. ഞാൻ ചെയ്യും തോന്നാ. ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല. എനിക്ക് വലിയ പാചകോ ഞാനിപ്പോൾ ചുണ്ടത്തൊരു സാധനം ഇട്ടു, ലിപ് ഗ്ലോസ് ഇട്ടു. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട പക്ഷെ കൂടിപ്പോയി. ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ലിപ് ഗ്ലോസ് ഇട്ടത്. അയ്യോ ലിപ്സ്റ്റിക്ക് അവരുടെയൊക്കെ പറ്റി. എൻ്റെ ചുണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. കള്ളല്ലേ. ഇതെല്ലാം കൂടെ ഉള്ളൊരു മിഴുക്ക് പുരട്ടിയാണ്. ഇന്ന് ഭയങ്കര കുശാലായിട്ടുള്ള. ഇന്ന് ചീനിയും കൂടെ ഉണ്ട്. ഞാൻ ചീനി വെക്കുമ്പോൾ ചീനി കൂടി കാണിച്ചു വെച്ചാ എന്തേ. ഓ ചീനി വെച്ചു. കട്ടൻ ചായ എന്തിനാണെന്നറിയോ ഗൈസ്? കട്ടൻ ചായ കിട്ടമ്മ, അത് നമുക്കെല്ലാവർക്കും ഇവിടെ ഗേറ്റിൻ്റെ പണിക്ക് വന്ന പുള്ളിക്കാരനും കൊടുക്കണം, നമുക്കും കുടിക്കും. കപ്പ ചീനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയപ്പോൾ അമ്മ വിളിച്ചു, ആമി വാ. ആമി എന്നിട്ടോ എന്നെ വിളിക്കുന്നത്. ആമി വാ വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി. അമ്മ ഇവിടെ ചായ, എൻ്റെ മാതാശ്രീ ഇവിടെ ചായ ഇട്ടു, കട്ടൻ ചായ. പിന്നെ ചീനി കാണിച്ചു തരാവേ. കട്ടൻ വെള്ളച്ചമ്മന്തി, പിന്നെ ഇത് പച്ചയോ വെള്ളച്ചമ്മന്തി,